ഹലോ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ വയലാട വ്യൂ പോയിൻറ്റ് റിസോർട്ടിലെത്തി. വയലാട വ്യൂ പോയിൻറ്റ് റിസോർട്ട് അടിപൊളിയാണ്, നൈസ് ആംബിയൻസ് ആണ്. പിന്നെ കോടയും മഞ്ഞുമില്ല. കോടയും മഞ്ഞോടെന്ന് ഓർത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്തോ കോടയും മഞ്ഞൊന്നും ഇല്ല. അന്ന് മഴ പെയ്തായിരുന്നു. പിന്നെ ഒരു നൈസ് സ്റ്റേക്കേഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വയലാട വ്യൂ പോയിൻറ്റ് റിസോർട്ട് അടിപൊളിയാണ്. അവിടെ ഒരു കോമൺ പൂളുണ്ട്. അങ്ങനെ ഞങ്ങൾ കോമൺ പൂൾ കാണാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അവിടെ ആ നൈസ് ആംബിയൻസ് ആണ്. പിന്നെ ഒരു പാർക്കുണ്ട്. പാർക്കിൽ ഞങ്ങൾ പിള്ളേരെ കളിപ്പിക്കാനായിട്ട് കയറിയതാണ്. പിന്നെ അവിടെ വെച്ച് രണ്ടോടെ വൻ അലമ്പായിരുന്നു. പിന്നെ രണ്ടിനെയും പാക്ക് ചെയ്ത് ഞങ്ങൾ ഇവാനും വണ്ടി വേണം, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. അങ്ങനെ രാവിലത്തെ വ്യൂ അവിടെ അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ രാവിലെ ആ ചില്ലി കൂടെ നോക്കാനൊക്കെ നൈസ് ആംബിയൻസ് ആണ്. അവിടെ ഒരു ഇൻസ്റ്റയിൽ റീൽ കണ്ട് ഞങ്ങൾ റീലൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ വെള്ളമായിട്ട് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് വയലാട വ്യൂ പോയിൻറ്റ് റിസോർട്ടിൽ വരുന്നത്. പക്ഷേ എങ്കിൽ ഒരു രക്ഷയില്ല, നൈസ് ആംബിയൻസ് ആണ്. നൈറ്റിന് ഡിന്നർ ഓർഡർ ചെയ്ത് ഡിന്നറും അടിപൊളിയായിരുന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കോംപ്ലിമെൻ്ററി ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ ആദ്യം തന്നെ നമ്മൾ പിള്ളേർക്ക് ഫുഡ് ആദ്യം എടുത്ത് കൊടുത്ത് അങ്ങനെ പിള്ളേരെ കഴിച്ച ശേഷം നമ്മൾ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പൂളിലേക്ക് ഇറങ്ങി. ഇത് പ്രൈവറ്റ് പൂളാണ്. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് പൂളാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് പിള്ളേരെയൊക്കെ പൂളിലിറക്കി. പിന്നെ ഒരു വിധത്തിൽ പിള്ളേരെ തിരിച്ച് കയറ്റി നമ്മൾ റൂമിലെത്തി. അങ്ങനെ നമ്മൾ കുറച്ച് കപ്പിൾ വീഡിയോ ഒക്കെ എടുത്ത്, ഇസു ആണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അങ്ങനെ ഇസുവിനെ കൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു.